ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഹായ്, ഹലോ, ഏഞ്ചലാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, ജൂൺ 21. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഡേ ആണ്. 5 വർഷമായി. അപ്പോൾ തത്തുക്കുട്ടി നല്ല ഉറക്കമാണ്. ഇവിടെ അവൾ എണീറ്റിട്ടില്ല. അപ്പം സമയം ഇപ്പോൾ 5:30 6:30ക്കാണ് കുർബാന. രാവിലെ പള്ളിയിൽ പോകണം. അപ്പോൾ ഈ ചാനൽ എനിക്ക് തന്ന വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റും അതുപോലെ തന്നെ ബാക്കി ഞങ്ങളുടെ വിശേഷങ്ങളും എല്ലാം ചേർത്ത് ഞാനൊരു വ്ളോഗാക്കി കാണിക്കാം. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനും എമിലിക്കുട്ടനും വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങളെവിടെ പോവാണ്? ഡാഡിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോവാണ്. ഡാഡിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാനല്ല, ഡാഡി നാളെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഡാഡി മമ്മിക്ക് തരുന്ന ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ്, അല്ലേ? അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. സർപ്രൈസ് ഒന്നുമല്ല, ഓൾറെഡി എനിക്കറിയാം, വീട്ടിലെല്ലാവർക്കും അറിയാം എന്താ സാധനം എന്നുള്ളത്. നിങ്ങൾ ഞാൻ അവിടെ ചെന്നതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ പോയിട്ട് വരാം. ടാറ്റാ. അങ്ങനത്തെ പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങിയ ശേഷം ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ തന്നെ അടുത്തുള്ള മാതാവിൻ്റെ കുരിശടിയിലോട്ടാണ് കേട്ടോ. കാരണം ഞങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും വീട്ടിൽ ഏത് നല്ല കാര്യങ്ങൾക്കാണേലും ഇപ്പോൾ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ വീട്ടിൽ എന്ത് കാര്യങ്ങൾക്ക് ഞങ്ങൾ പോകുമ്പോൾ യാത്രയ്ക്ക് പോകുമ്പോഴാണെങ്കിലും ഞങ്ങളിതേ മാതാവിൻ്റെ കുരിശടിയിൽ വന്ന് നേർച്ചയിട്ട് മാതാവിനോട് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അത് ഇച്ചാൻ്റെയൊക്കെ വീട്ടിൽ എല്ലാവരും അങ്ങനെയാണ് ചെയ്യാറ്. മാതാവ് കാത്തോളും, മാതാവ് കൂടെ വരും എന്നുള്ളൊരു വിശ്വാസം. നമ്മളൊരു പുതിയ കാര്യം ചെയ്യാനായിട്ട് പോവുകയാണല്ലോ. അപ്പം അങ്ങനെ പിന്നെ ഞങ്ങളിതേ മാതാവിൻ്റെ അടുത്ത് പോയി നേർച്ചയിട്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ ഉള്ളവർക്കും ഈ മാരാരിക്കുളം നാട്ടിൽ തന്നെ എല്ലാവർക്കും ഭയങ്കര വിശ്വാസം കേട്ടോ മാതാവിൻ്റെ അടുത്ത്. ഈ കുരിശടി വന്നിരുന്ന് കണ്ടില്ലേ, എന്തോരം പ്രായമായ ആൾക്കാർ അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ എപ്പോഴും ഇവിടെ ആൾക്കാരുണ്ടാവും. എല്ലാവർക്കും നല്ല വിശ്വാസമുള്ള മാതാവാണിത്. പണ്ട് ഇച്ചാൻ്റെയൊക്കെ വീട്ടിൽ ചിക്കൻ പോക്സ് വന്നപ്പോൾ അപ്പ മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോഴൊക്കെ ഈ മാതാവിൻ്റെ അടുത്ത് വന്ന് അമ്മച്ചി പ്രാർത്ഥിച്ചിട്ട് അപ്പാനെ തിരിച്ച് കിട്ടിയതെന്ന് പറയും കേട്ടോ. അത്രയ്ക്ക് വിശ്വാസമാണ് എല്ലാവർക്കും മാതാവിനോടും. ഇവിടെ വന്ന് ഈ കുരിശടി വന്ന് പ്രാർത്ഥിക്കുന്നതിന്. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. കണ്ടില്ലേ കുരിപ്പിൻ്റെ കളി. ഞാൻ എൻ്റെ അടുത്തോട്ട് വരാൻ വേണ്ടിയാണ്. ഞാൻ തനിയെ നിന്നതും കൂടെ വന്നു നീ ജീവനേകിയില്ലേ. കോരിരുളിൻ പടവിൽ മുന്നിൽ മിന്നിത്തെളിയാൻ പൊന്നിൻ താരത്തിരിയായി നീ. വിണ്ണിൽ നിന്നും പറന്നിൻ നെഞ്ചിൻ കൊമ്പിലിരുന്നേ മാലാഖപ്പൂവിതളേ നീ. അങ്ങനത്തെ പള്ളിയിൽ പോകാനായിട്ട് രാവിലെ എണീക്കാനായിട്ട് ഒരുങ്ങുന്നതിന് മുന്നേ തന്നെ ഈ ചാൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെളുപ്പിനെ.
നമ്മുടെ ഇവിടുത്തെ സമയം ഏകദേശം 3:30 ആയപ്പോൾ ഇച്ചാനൊക്കെ അപ്പോൾ ഡ്യൂട്ടിയിലായിരുന്നു അവിടെ. ആ ഒരു ടൈമിൽ ഇച്ചാൻ എന്നെ വെളുപ്പിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിഷ് ചെയ്യാനായിട്ട്. അങ്ങനെ ഇച്ചാനായിട്ട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കിടന്നു. തത്തുക്കുട്ടി നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഇച്ചാൻ തന്ന വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് എല്ലാവരും കണ്ടല്ലോ അല്ലേ. നേരത്തെ തന്നെ ഇച്ചാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വെഡിങ് ആനിവേഴ്സറിക്ക് തരാനായിട്ട്. കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്കാണ് ഇച്ചാൻ എനിക്ക് ആ ഇലക്ട്രിക് ഗിഫ്റ്റ് ചെയ്തത്. അപ്പം ഈ വെഡിങ് ആനിവേഴ്സറിക്ക് ലൈസൻസ് എടുക്കുമെന്നാണെങ്കിൽ എനിക്ക് പെട്രോൾ വണ്ടി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് ഇച്ചാൻ വാങ്ങിച്ചു തന്നതാണ് വണ്ടി. ഞങ്ങൾ സത്യം പറഞ്ഞാൽ 1-2 വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ ഒന്നിച്ചുണ്ടായിട്ടുള്ളൂ. ബാക്കി എപ്പോഴും ഞങ്ങളിങ്ങനെ അങ്ങിങ്ങായിരിക്കും കേട്ടോ വെഡിങ് ആനിവേഴ്സറിക്ക്. അങ്ങനെ ഇച്ചാൻ്റെ വർത്താനം പറഞ്ഞിട്ട് പിന്നെ പള്ളിയിൽ പോകാൻ റെഡിയാകാൻ പോയി. ശരിക്കും എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആട്ടോ ഈ ചായൻ എന്ന് പറയുന്നത്. കാരണം എനിക്ക് ഈ ചായൻ 100% എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടാണ്. ഞാനൊരു സൈക്കിൾ പോലും ചവിട്ടാൻ അറിയാൻ പാടില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഈ ചായൻ എന്നെ സപ്പോർട്ട് ചെയ്താണ് കേട്ടോ. ഞാനിപ്പം എന്താ പറയുക ഇങ്ങനെ വണ്ടി ഓടിക്കാനൊക്കെ തുടങ്ങിയത് തന്നെ ഈ ചായൻ എന്നെ ലൈഫിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഞാൻ ഈ ചായൻ എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. അപ്പോൾ മമ്മിയും ദത്തുക്കുട്ടനും പള്ളിയിൽ പോകാൻ പോവാണ് അല്ലേ. ഈ ചായൻ പോകുന്നതിന് മുന്നേ തന്നെ എനിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങിച്ചു തന്ന ഡ്രസ്സായിരുന്നു കേട്ടോ. ഇതുകൂടാതെ ഒരു ഡ്രസ്സ് കൂടെ ഈ ചായൻ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതൊക്കെ കാണിച്ചു തരാം. അങ്ങനെ തത്തുക്കുട്ടി ഉറക്കത്തിൻ്റെ ക്ഷീണമാണ്. അങ്ങനെ ഞങ്ങളതേ പള്ളിയിൽ പോകാൻ പോവാണ്. നമ്മൾ ഇന്നലെ വണ്ടി ഇറക്കിക്കൊണ്ട് വന്നിട്ട് ഞങ്ങൾ ഇന്ന് വണ്ടി വെഞ്ചരിപ്പിച്ചിട്ടില്ലായിരുന്നേ. അപ്പോൾ ഇന്ന് രാവിലെ പള്ളിയിൽ പോകുമ്പോൾ വണ്ടി വെഞ്ചരിക്കാമെന്ന് കരുതിയിരിക്കുവാണ്. അതിരാവശ്യം പ്രാപ്തരാകട്ടെ. യേശു നിങ്ങളുടെ സഹായിക്കുകയായിരിക്കട്ടെ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നു. വലിയ സെലിബ്രേഷനൊന്നുമില്ല, ഒരു കുഞ്ഞ് കേക്ക് കട്ടിങ്. എമിലുവിൻ്റെ വക എനിക്ക് ഇച്ചാനുള്ള ഗിഫ്റ്റ്. ഇച്ചാൻ ഇല്ലാത്തപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കേക്ക് കട്ടിയാനൊക്കെ മടിയാട്ടോ. പിന്നെ ഇച്ചായ സമ്മതിക്കത്തില്ല, ഇല്ല ഞാനില്ലെങ്കിലും ആഘോഷിക്കണം എന്നുള്ളൊരു മൈൻഡാണ് ഇച്ചായൻ്റെത്. യോക്കുമോനില്ലായിരുന്നു, അവൻ ഉറങ്ങിപ്പോയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ അത് ഇതാട്ടോ ഈ ചായ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ചെയ്ത വേറൊരു ഡ്രസ്സ്. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വിശേഷങ്ങളുമായി വരാം. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.